ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഞാൻ ICICI ബാങ്കിനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് കുറേ കാലമായിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി എനിക്ക് തോന്നുന്നു 3 കൊല്ലം 3 ഇയർ പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അതായത് ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ICICIയുടെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിനുശേഷം കോറൽ റൂപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിനുശേഷം നമ്മുടെ MMT ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ ഈ 3 കാർഡുകളിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഈ MMT ക്രെഡിറ്റ് കാർഡുമ്പോൾ നമുക്കൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് അപ്ഗ്രേഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ പ്രീമിയം ക്രെഡിറ്റ് കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഷെയർഡ് ലിമിറ്റാണ് കിട്ടുക. ICICIയുടെ ഏത് കാർഡ് അപ്ഗ്രേഡ് ഓഫർ വന്നാലും നമുക്ക് ഓൾറെഡി ഉള്ള മുമ്പത്തെ ഉള്ള ലിമിറ്റ് നമുക്ക് ഷെയർഡ് ആയിട്ടാണ് വരിക. അതായത് നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് അല്ല കിട്ടുക, ആ സാധനം എല്ലാം കൂടിയിട്ടുള്ള ലിമിറ്റാണ് കിട്ടുക. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്ഗ്രേഡ് ഞാൻ അത് കാണിച്ചു തരാം ഏതൊക്കെ എനിക്ക് അപ്ഗ്രേഡ് ഓപ്ഷൻ വന്നേക്കുന്നത്. 3 കാർഡുകളുടെ ഓപ്ഷൻ വന്നേക്കുന്നത് ICICIയുടെ ആപ്പിലേക്ക് പോകാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ iMobile എന്ന് പറഞ്ഞ ആപ്പാണ്. iMobile ഞാൻ ആക്ച്വലി വണ്ടി സൈഡിൽ നിർത്തിക്കാൻ NH റോഡാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും സംഭവമൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് അടയ്ക്കാട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ iMobile ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ iMobile നമുക്കിവിടെ താഴെ ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ അപ്ഗ്രേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ താഴെ കാണുന്നുണ്ടോ? അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓൾറെഡി കാണിക്കും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതിൽ. ഇപ്പോൾ ഇത് വരും, ലോഡായിട്ട് ഇപ്പോൾ വരും കേട്ടോ, നോക്കിക്കോളൂ. ഉണ്ടോ? നമുക്ക് ആദ്യം അപ്ഗ്രേഡ് ഓഫർ വന്നിരിക്കുന്നത് സഫേറോൻ്റെ ഡുവൽ മാസ്റ്റർ കാർഡും MX കാർഡും കിട്ടും. കണ്ടോ, MX വേരിയൻറ്റും കിട്ടും, മാസ്റ്റർ കാർഡും കിട്ടും. ഇതിന് ആക്ച്വലി ആനുവൽ ഫീസ് വരുന്നത് 3500 രൂപയാണ്, ജോയിൻ ഫീസ് വരുന്നത് 6500 രൂപയാണ്. അപ്പോൾ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ഇതേപോലെ തന്നെ എനിക്ക് മേക്ക് മൈ ട്രിപ്പും ഇതേപോലെ തന്നെ 2 കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് റൂപേ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു, മാസ്റ്റർ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് നമുക്ക് MMTയുടെ കാർഡിന് 999 റുപ്പീസാണ് ചാർജ് വരിക. നമുക്കത് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു MMTൻ്റെ 1000 രൂപയുടെ വോച്ചർ കിട്ടും. അപ്പോൾ ഞാനത് നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വെറുത്തായി. ഇതിലായാലും ആ സെയിം പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് ടാറ്റ ക്ലിക്കിലും ഈ നമ്മുടെ എന്താ പറയുക സഫേറോ കാർഡ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രീമിയം കാർഡാണ്. നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ ടൈപ്പ് ചെയ്തിട്ട് അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വെച്ചിട്ടാണ് അവർ ഒരു കാർഡ് കൊടുക്കുന്നത്. നോർമലി റൂപേയും മാസ്റ്റർ കാർഡെല്ലാം കിട്ടാറ്. ഇത് MXും കിട്ടും, മാസ്റ്റർ കാർഡും കിട്ടും. അപ്പോൾ ഇത് ഒരെണ്ണം. അടുത്ത കാർഡ് ഞാൻ കാണിച്ചു തരാം. അടുത്ത കാർഡ് എന്ന് പറയുന്നത് എമറാൾഡ് വിസ. അതാണ് ഇവരുടെ ഹൈ എൻഡ് കാർഡ്. എമറാൾഡ് വിസ പറഞ്ഞ കാർഡാണ്. 12000 രൂപയാണ് ഇതിന് ആനുവൽ ഫീസും ജോയിൻ ഫീസ് വരുന്നത്. വിസ പ്ലാറ്റിനം വരുന്ന കാർഡാണ്. ഇതിലാകുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ചേഴ്സൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ ചാർജ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് അത്രയും യൂസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എന്നാൽ നമുക്കിത് യൂസും കാണുന്നില്ല, നമ്മൾ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിതൊന്നും എടുക്കുന്നില്ല. പിന്നെ വന്നിരിക്കുന്നത് റൂബിക്സ് ആണ്. റൂബിക്സിൻ്റെയും ഡുവൽ കാർഡ് തന്നെ വന്നിരിക്കുന്നത്, മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ MX കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിന് ആനുവൽ ഫീസ് വരുന്നത് 2000 രൂപയാണ്, ജോയിൻ ഫീസ് വരുന്നത് 3000 രൂപയാണ്. അപ്പോൾ ഇതൊരു മിഡിൽ കിടക്കുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. ഹൈ എൻഡ് പ്രീമിയം അല്ല, പക്ഷേ ഒരു ബേസ് എന്നും പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. ഇതുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓഫറും കാണലൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വെൽക്കം വൗച്ചറായിട്ട് 5000 രൂപയുടെ വേർത്തായിട്ടുള്ള ടാറ്റ ക്ലിക്കിൻ്റെയും ഊബറിൻ്റെയും ഈസ്മൈ ട്രിപ്പിൻ്റെയും ടാറ്റ ക്രോമയിലൊക്കെ ഉപയോഗിക്കാവുന്ന നമുക്ക് വെൽക്കം വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ആനുവൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ. പിന്നെ 2 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട് ക്വാർട്ടറിൽ. 25% ഡിസ്കൗണ്ട് ബുക്ക് മൈ ഷോയിൽ ഐനോക്സിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 കോംപ്ലിമെൻ്ററി ഗോൾഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പിന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് HPCLൻ്റെ ICICIയുടെ കാർഡാണ്. ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ അതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു, നമുക്ക് ഇതുപോലെ ഓഫർ വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ HPCLൻ്റെ പമ്പിൽ നിന്നും പെട്രോളൊന്നും അങ്ങനെ അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ആക്ച്വലി ആനുവൽ ഫീസ് വരുന്നത് 500 രൂപയാണ്, ജോയിൻ ഫീസൊന്നുമില്ല. പക്ഷേ ആനുവൽ ഫീസ് 500 രൂപ വരുന്നുണ്ട്. അതായത് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ആദ്യത്തെ കൊല്ലത്തേക്ക് ചാർജ് ഒന്നുമില്ല. പക്ഷേ ആദ്യത്തെ കൊല്ലം കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ ഈ മാസമാണ് നമ്മൾ എടുത്തെങ്കിൽ അടുത്ത കൊല്ലം ഈ മാസം ആകുമ്പോൾ നമുക്ക് 500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഇതാകുമ്പോൾ 4% ക്യാഷ് ബാക്ക് ഓൺ HPCL പമ്പാണ് വരിക കേട്ടോ. നമ്മൾ HP പേ ആപ്പ് ത്രൂവും നമുക്ക് ചെയ്യാം, POS മെഷീൻ ത്രൂമ്പോഴും നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 4 കാർഡുകളാണ് നമുക്കിപ്പോൾ ICICI ബാങ്കിൻ്റെ അപ്ഗ്രേഡ് ഓഫർ വന്നേക്കുന്നത്. ഞാൻ മിക്കവാറും കാർഡ് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കാർഡായി. നമ്മൾ മിക്ക കാർഡുകളും ഇതുപോലെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ മിക്ക കാർഡുകളും ഇതുപോലെ ചാർജബിൾ കാർഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ചാർജും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ക്യാഷ് എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഒരു ബിഗ് ബഡ്ജറ്റ് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി മാറ്റി വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ലിമിറ്റ് ചെയ്യാൻ ഓൾറെഡി വിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ലിമിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മൾ വേറെ ബിസിനസ്സും അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഞാൻ സാലറീഡ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട്
പിന്നെ എൻ്റർപ്രണർ ഞാൻ ബിസിനസ്സും പരിപാടി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രേഡിങ്ങും കുറേശ്ശെ റെഗുലർ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം കൂടി പറ്റുന്നില്ല സമയം. അപ്പോൾ നമ്മളത് ലിമിറ്റ് ചെയ്യാനാണ്, നിർത്തുന്നില്ല എന്ന് വെച്ചാൽ ഇത്രയും ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതാണ്. 3 ചാനലുകളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. ഗുഡ് പെൻസിയർ ഉണ്ട്, അതുപോലെ തന്നെ JMG26 ഉണ്ട്, GHH വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്കിൻ്റെ മാത്രമായിട്ടുള്ള ചാനലുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളി നിർത്തുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് റെഗുലറായിട്ട് കുറച്ച് വ്യൂവേഴ്സുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ലിമിറ്റ് ചെയ്യണമെന്നുള്ളൂ. ഞാൻ വീഡിയോ എന്തായാലും ഇടുന്നുണ്ടായിരിക്കും എന്ന് വെച്ചാൽ മറ്റത് നമ്മൾ എല്ലാ ദിവസവും ഇടാറുണ്ട്. ഇപ്പം നമ്മൾ ഇനി എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഓൾട്ടർനേറ്റീവായിട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 4 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ലൈവ് വരാനും പറയുന്നുണ്ട്. നമ്മളിതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഫൈനാൻസ് കണ്ടൻറ്റ് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കൊറീസിനും നമ്മൾ 10 പൈസ വാങ്ങിക്കാനാണ് ലൈവിലായിക്കോട്ടെ, കമൻസിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലാത്തിലും സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനായിരിക്കും കുറേ പേരായി ഇപ്പോൾ ലൈവ് വരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവ് അങ്ങോട്ട് വരാറില്ല. എന്തായാലും മാക്സിമം വീക്കിലി നമുക്ക് ലൈവ് വരാൻ നോക്കാം. ഞാൻ ടൈം എന്തായാലും അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. എനിക്ക് തോന്നുന്നത് 9 മണിക്ക് ശേഷമായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. വെച്ചാൽ മിക്ക ആൾക്കാരും ഞാൻ 9 മണിക്ക് ശേഷം ചെയ്തപ്പോഴാണ് മിക്ക ആൾക്കാരും ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അതിന് മുമ്പ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ലൈവ് കാണാറില്ല ആൾക്കാരെ. അപ്പോൾ ലൈവ് എന്തായാലും നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഫുള്ളി നിർത്തുന്നില്ല. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ നല്ലപോലെ ലിമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പണ്ട് നമ്മൾ നല്ല ആക്റ്റീവായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് കാലം മുമ്പേ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ റെഗുലറായിട്ടൊന്നും നമ്മൾ വീഡിയോ ഇടുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഇതിന് ഫുൾ ടൈം കൊടുക്കുന്നുമില്ല. എന്ന് വെച്ചാൽ യൂട്യൂബ് ഇപ്പോൾ തനി വേസ്റ്റാണ് പരിപാടിയാണ്. അല്ലെങ്കിൽ വല്ല ലോക്കൽ ഡെയിലി വ്ളോഗോ മറ്റേ കണ്ണി കണ്ടവരുടെ വീഡിയോയുടെ റിയാക്ഷനൊക്കെ ചെയ്യണം. അങ്ങനത്തെ വീഡിയോസ്, അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ മലയാളികൾക്ക് വേണ്ടോ. ഞാൻ ചിലപ്പോൾ നമ്മുടെ ഈ ഉള്ള ചാനലിൽ തന്നെ ചിലപ്പോൾ അത് ഞാൻ എന്താ പറയുക ഇംഗ്ലീഷ് കണ്ടൻസിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ മലയാളം വീഡിയോസ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്നൊരു ഇംഗ്ലീഷ് കണ്ടൻസിലേക്ക് വരുമ്പോൾ അത് റീച്ച് കുറയുമെന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. ഓൾറെഡി റീച്ച് കുറവാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി മലയാളം ഓഡിയൻസിലേക്കാണ് അത് ഫുൾ പോവുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഇട്ടാലും ഇനി ഇംഗ്ലീഷ് ഓഡിയൻസിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ സംശയമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് യൂട്യൂബിൻ്റെ അൽഗോരിതം രക്ഷയിലാണ്ടാക്കിയാൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ICICI ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ iMobile കയറിയിട്ട് ഇതുപോലെ അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ട്. നമ്മൾ 4 ദിവസം ഉണ്ടാവില്ല, നമ്മൾ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എന്തായാലും കമൻസിനൊക്കെ നമ്മൾ അത്യാവശ്യം റിപ്ലൈ കൊടുക്കുന്നത് വെച്ചാൽ മൊബൈലിലാണല്ലോ എല്ലാ പരിപാടിയും, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.